ഇന്ന് നമ്മൾക്ക് നല്ല ഒരു അടിപൊളി വെണ്ടയ്ക്ക മുട്ട ആയാലോ? അതെ, വെണ്ടയ്ക്കയും മുട്ടയും കൂടി ഒരു മസാല. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മിക്ക ആൾക്കാർക്കും വെണ്ടയ്ക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ ദുഃഖമാണ്. ആർക്കും വെണ്ടയ്ക്കയോട് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം വെണ്ടയ്ക്ക വെച്ചിട്ടും നമ്മൾ മുട്ട വെച്ചിട്ട് പല രീതിയിലുള്ള ഡിഷസ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? അതിന് വേണ്ടി ആദ്യം നമ്മൾ 2 സവാള എടുത്തു. സവാള നമ്മൾ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു. അതിനുശേഷം നമ്മൾ ചെറിയ പീസ് ഇഞ്ചി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടിരുന്നാൽ മതി. അതുപോലെ തന്നെ വെണ്ടയ്ക്ക് 2 തക്കാളി. വെണ്ടയ്ക്ക് നമ്മൾ ചെറിയതായിട്ടാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് പെരിഞ്ജീരകം, അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഈ പെരിഞ്ജീരകപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് എടുക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം ഒരു പാൻ വെച്ചു. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 2 വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. വറ്റൽമുളക് ഇത് എരിയുള്ള വറ്റൽമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഇത് 2 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എരിയില്ലാത്ത വറ്റൽമുളകും നല്ല കളറുള്ള വറ്റൽമുളകും ആണെങ്കിൽ ഒരു 5-6 എണ്ണം എടുത്തോളൂ. അപ്പം അതിനുശേഷം നമ്മൾ പാലിൽ ഇച്ചിരി ഏറെ എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, എന്നാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ ഒരു സെയിം പാനിൽ സെയിം ഓയിലിലും തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സവാള കൂടി ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓവറായിട്ട് വഴറ്റി ബ്രൗൺ കളറൊന്നും ആവേണ്ട, അത്യാവശ്യം ഒന്ന് വഴണ്ടി കിട്ടുകയും വേണം. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ മുളക് പൊടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലെക്സ് നല്ല കളറൊക്കെ ഉള്ള എരി കുറവൊക്കെ ഉള്ളതാണെങ്കിൽ അതിട്ടിരുന്നാൽ മതി. അതായിരിക്കും കൂടുതലും ടേസ്റ്റ്. നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ എരി ഉള്ളതായതുകൊണ്ടാണ് ഞാൻ പിന്നെ എരിയില്ലാത്ത മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തക്കാളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. തക്കാളി ഓവറായിട്ട് കുക്കായി ഉടഞ്ഞ പേസ്റ്റ് ആ ഒരു രീതിയിലാവേണ്ട, ചെറുതായിട്ട് തക്കാളിയും കൂടി നമുക്കൊന്ന് കടിക്കുന്ന രീതിയിൽ ആക്കി നിങ്ങളൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. അത്യാവശ്യം ഇപ്പോൾ ഇത് നല്ല രീതിയിൽ ഉടഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടുക. കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ചിട്ട് കൂടുതൽ തന്നെ ഇടുക. കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ, നല്ല ഇതുമായിരിക്കും. ഞാൻ പിന്നെ ഒരു കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, പക്ഷെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. നല്ലൊരു മണമൊക്കെ കിട്ടും. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വെണ്ടയ്ക്ക ഉണ്ടല്ലോ, ആ ഒരു വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടുവെള്ളം എന്ന് വെച്ചാൽ നമുക്ക് ഓവറായിട്ടുള്ള ഗ്രേവി ഒന്നും വേണ്ട, നമുക്ക് റോസ്റ്റാണ്. പക്ഷേ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക. പിന്നെ നമ്മൾ മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒത്തിരി ഇട്ട് ഇളക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ട ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. ഇത് മുട്ട ഇങ്ങനെ പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഉപ്പും നമ്മളുടെ ആവശ്യത്തിനുള്ള എരിയൊക്കെ ഉണ്ടോ മസാലയൊക്കെ ഉണ്ടോ നമ്മൾ നേരത്തെ നോക്കി എല്ലാം സെറ്റാക്കി വെക്കുക. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞ് പിന്നെ ഒത്തിരി നമുക്ക് ഇളക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ മുട്ടയൊക്കെ നല്ല മസാലേസൊക്കെ വെച്ച് കവർ ചെയ്ത് എടുത്ത് നമ്മൾ കുറച്ച് ഒരു സിമ്മിലാക്കി ഒരു 4-5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ മസാലാസൊക്കെ പിടിച്ച് നമ്മളുടെ ഗ്രേവി നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടിപൊളി ഒരു വെണ്ടയ്ക്ക മുട്ട
മസാല തയ്യാറായി. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടോ കഴിച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക. വെണ്ടയ്ക്ക ഇഷ്ടമുള്ളവരാണെങ്കിലും ഇല്ലെങ്കിലും ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.